Hello guys, welcome back to my YouTube channel. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പേഷ്യന്റ് കുറച്ച് മുരിങ്ങയില തന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മുരിങ്ങയില വെച്ചിട്ടൊരു നല്ലൊരു അടിപൊളി കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലയും പരിപ്പും കൂടി ഇട്ടിട്ട് വെറും ചാറ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല അയല മീനും കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല. അപ്പം അതും കൂടി ഇട്ട് അത് വറുത്തും ഇത് മുരിങ്ങയില ചാറും വെക്കാമെന്ന് വിചാരിച്ചു. ഈസി ആയിട്ട് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റും. മുരിങ്ങയില കിട്ടുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പം ഇത് 2-3 ദിവസമായി കിട്ടിയിട്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തണ്ടേന്നൊക്കെ വിട്ടു വന്നത്, അതുകൊണ്ട് അടർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. അപ്പം നമ്മൾ പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പം അതേ ഓറഞ്ച് കളർ പരിപ്പ് നമ്മൾ കുറച്ചെടുത്തു. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര എടുത്തു. അപ്പം ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി കുറച്ച് ചേർക്കുക. പിന്നെ പച്ചമുളക് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ സവോള ചെറിയുള്ളി ചേർക്കണം കേട്ടോ. ഞാൻ സവോളയാണ് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, അഴുക്കൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും ഒന്ന് കഴുകിയേക്കാം. ഓക്കെ, നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മുരിങ്ങയില കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിനകത്ത് ഒരു വിസിലടിപ്പിക്കണം. ഓക്കെ, സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തു. ഇനി അപ്പം അത് അവിടെ നിന്ന് വേവട്ടെ. ഒരു വിസിൽ മതി കേട്ടോ. പൊന്നു ഗൈസ്, നല്ല അടിപൊളി അയല കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ വറക്കാന്ന് ഈ മുരിങ്ങയില കറിയുടെ കൂട്ടത്തിൽ. ഓക്കെ, സാധാരണമായിട്ട് ഇവിടെ നല്ല അത്രയോ ഫ്രഷ് അയല കിട്ടത്തുള്ളൂ കേട്ടോ. അയലക്ക് മുട്ടയുണ്ട് കേട്ടോ. മുട്ടയുള്ള അയല. നല്ല ടേസ്റ്റ് ആയിരിക്കും മീന്. നല്ലതായിട്ട് നമുക്ക് ഉപ്പിട്ട് കഴുകാം കേട്ടോ, ഉളുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മീനെല്ലാം വെട്ടി നല്ല ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി. ഓക്കെ, മുളക് പൊടി എടുത്തു.
പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി. ഓക്കെ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ്, നിങ്ങളൊക്കെ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, ഈ നമ്മുടെ ഇതുണ്ടല്ലോ കായപ്പൊടി, കുറച്ച് കായപ്പൊടി, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കായപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി, ഇത് കുഴയ്ക്കാനായിട്ട് ആവശ്യമുള്ള. നാരങ്ങാനീര് വേണം, നാരങ്ങാനീര് ചേർക്കാം. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഉണ്ടോ, അടിപൊളിയായിട്ട് ദേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, അടിപൊളിയായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടയാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇനി നമുക്ക് ഓരോ മീനിലായിട്ട് നമുക്കിത് പുരട്ടിയെടുക്കാം കേട്ടോ. മീൻ്റെ അകത്തും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഓ, പെട്ടച്ച് താഴെ പോകുന്നല്ലോ മീൻ. പടക്കണ മീനാണ്. ആഹാ, പൊളി സാധനം. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോളൂ. നമ്മൾ കടുക് തളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിന് ആവശ്യമുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങോട്ട് കയറി നിന്റെ പോടെ. ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ജീരകം, ജീരകം തന്നെയാണ്, സെയിം ജീരകം. പിന്നെ വറ്റൽമുളക്, പിന്നെ അതേ കറിവേപ്പില, ഓക്കെ. നമുക്ക് എന്നിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ കറി, അമ്മേ, കറിക്കകത്തോട്ട് നമുക്ക് ആഹാ, പൊളി സാധനം. അപ്പോൾ ഗൈസ്, ഇതേണ്ടേ നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി റെഡി ആയിക്കാണ്. അപ്പം ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞാണ് ഉപ്പ് കുറച്ച് അധികമാണെന്ന് പറഞ്ഞത്, പക്ഷെ ഉപ്പ് കറക്റ്റാണ്. ആദ്യം എടുത്തപ്പോൾ എനിക്ക് തോന്നിയതാണ്, പക്ഷെ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് ചോറിൻ്റെ കൂടെ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തോളൂ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കഴിക്കണം. പിന്നെ അടുത്ത ഞാൻ ഇനി മീൻ പറക്കട്ടെ, വരൂ. മീൻ ഞാൻ നല്ലതായിട്ട് അടിപൊളിയായിട്ട് നല്ല പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ, നല്ല അടിപൊളി അയലക്കുട്ടന്മാർ ഉറക്കം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കട്ടെ. അടിപൊളിയായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
രണ്ട് ട്രിപ്പായിട്ട് വറക്കാം. അപ്പോൾ അതെ നല്ല മീന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ചൂട്. വേണ്ട മുരിഞ്ഞ വേണ്ട നിങ്ങൾക്കുള്ള മുരി കേട്ടോ. നമ്മുടെ മുരിങ്ങയിലക്കറി റെഡിയാക്കി നല്ല അടിപൊളിയായിട്ട് മീനും വറുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.